ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ വീഡിയോയും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ലഞ്ചിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. സമയം ഒരു 7:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തലേദിവസം ഞാൻ മഷ്റൂമൊക്കെ വീട്ടിൽ നിന്ന് പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലേക്ക് കയറിയതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ ഉമ്മാക്കാണ്. ഇന്ന് വെള്ളയപ്പം, കടലക്കറി, അതേപോലെ പുട്ട്, മീൻകറി, ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു ഒക്കെ. അപ്പോൾ അതൊക്കെ ഉമ്മ സെറ്റാക്കിക്കോളും. അപ്പോൾ മഷ്റൂം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതിൽ മുക്കി വെക്കണം. അപ്പോൾ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം മറന്നുപോയിട്ടാണ്. ഞാൻ അങ്ങനെ തന്നെ ആദ്യം അതിലേക്ക് ഇട്ടു. പിന്നെ അതെടുത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ആ പുറത്തുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ ഒരു 2 മണിക്കൂർ. ഞാൻ എത്ര കഴുകിയിട്ടും അതിൽ നിന്ന് മണ്ണ് പോകുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഫ്രഷായിട്ട് പറിച്ചെടുത്ത് കൊണ്ടുവന്നതല്ലേ. ഒരു 10 തവണയെങ്കിലും കഴുകി പിന്നെയാണ് അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മണ്ണൊക്കെ പോയി നല്ല ക്ലീനായിട്ട് കിട്ടിയത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂർക്കയും ഞാൻ നന്നായിട്ടൊന്ന് കഴുകി കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. കുക്കറിലിട്ടിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. മഷ്റൂം എൻ്റെ കഴുകൽ കൊണ്ട് തന്നെ അത് പീസായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പൂവിൻ്റെ ഷേപ്പൊക്കെ മാറി അത് വിട്ട് പോയിട്ടുണ്ടായിരുന്നു. എല്ലാം പാർട്സ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നന്നായിട്ടൊന്ന് കഴുകി വെച്ചു. പിന്നെ കൂർക്കയും അതിൻ്റെ ഇടയിൽ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ ഒരു വിസിലടിക്കാൻ വേണ്ടിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വേവിച്ചിട്ട് തൊണ്ട് കളയാമെന്ന് വിചാരിച്ചു, പെട്ടെന്ന് പണി കഴിയുമല്ലോ. അപ്പോൾ പുട്ട് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുട്ടും ചായയും കൂടി ഒന്ന് കുടിച്ചതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, രാവിലെ തന്നെയാണ് കേട്ടോ. ഒരു 7:30 ആ സമയമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴാണ് ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ബീഫ് വാങ്ങണം. അപ്പോൾ ബീഫൊക്കെ അമ്മായിയുടെ മോനുണ്ടല്ലോ, ഇക്കാക്കായാണ് കേട്ടോ വാങ്ങിക്കൊണ്ടുവരാറ്. അപ്പോൾ സ്ഥിരമായിട്ട് അവരാണ് സൺഡേ വാങ്ങിക്കുമ്പോൾ നമുക്കും കൂടി ഉമ്മച്ചിക്ക് കൂടി വാങ്ങിച്ചു തരും. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഓടിയെത്തുന്ന, ഉമ്മ ഒറ്റക്കാണല്ലോ, എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അതിൽ ഒരാളാണ് കേട്ടോ അമ്മായിയുടെ മോന്. അപ്പോൾ ഇക്കാക്ക ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ ഇല്ല കേട്ടോ. വെളുത്തുള്ളി, അങ്ങനെ എനിക്ക് പാമ്പേഴ്സ്, അങ്ങനെ 2-3 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായി. അപ്പോൾ ഞാൻ താത്തായും കൂടി ഒന്ന് ഗേറ്റിങ്ങ് പോയി വന്നതാണ് കേട്ടോ. വന്ന ഉടനെ ഫുഡും കാര്യങ്ങളൊക്കെ അതേ വിളമ്പി ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കുറച്ച് വിശപ്പാണല്ലോ. അത് കഴിഞ്ഞ് ബീഫിനുള്ള സാധനങ്ങളൊക്കെ താത്ത നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മഷ്റൂം ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല, എല്ലാവർക്കും ഒരു ടെൻഷൻ പോലെ കേട്ടോ. കാരണം എനിക്കാട് ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവിടെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണോ, അങ്ങനെ ആവശ്യമില്ലാതെ ഉണ്ടാക്കി കഴിക്കണ്ടെന്നുള്ളൊരു ഇത് എല്ലാവരും പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു പേടി പോലെ കേട്ടോ. ഇത് നല്ലതാണോ എന്നുള്ളൊരു ടെൻഷൻ. ഞാൻ മാത്രമാണ് ഇതെങ്ങനെയും ഉണ്ടാക്കണം എന്നുള്ളൊരു ഉറച്ച മനസ്സോടുകൂടി ഇറങ്ങിയേക്കണത് കേട്ടോ. പക്ഷെ എൻ്റെ കോൺഫിഡൻസ് ഇക്കാടെ വാക്കിൻ്റെ പുറത്താണ്. ഇക്കായാണ് പറഞ്ഞത് ഒരു കുഴപ്പമില്ല ഉണ്ടാക്കിക്കോന്ന്. അപ്പോൾ ഇത്താത്തായും ഉമ്മച്ചിയൊക്കെ കളിയാക്കിയിരുന്നു കേട്ടോ. ഫസി എന്തോ ദുരുദ്ദേശത്തോടു കൂടി മഷ്റൂമും തന്ന് വിട്ടേക്കണേണെന്നും പറഞ്ഞ് എന്നെ എല്ലാവരും കളിയാക്കിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ലഞ്ച് പ്ലാനിങ് ബീഫ് ഉണ്ടല്ലോ, ബീഫ് കറി, പിന്നെ കൂർക്ക ഓൾറെഡി വാങ്ങിച്ചത് കൊണ്ട് ബീഫും കൂർക്കയും കൂടി ഒരു തോരൻ പോലെ ആക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ മഷ്റൂമും. ഇത്രയാണ് കേട്ടോ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ. പിള്ളേരുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ബീഫിനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം തത നന്നാക്കി തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ബീഫൊക്കെ അതേ ഉമ്മ കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി എൻ്റെ തലയിലേക്ക് വന്നു കേട്ടോ. മഷ്റൂം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ആർക്കും അത് വെക്കാൻ അറിയില്ല, നീ കൊണ്ടുവന്നതാണ്, നീ തന്നെ മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞ് നൈസായിട്ട് എല്ലാവരും എൻ്റെ തലയിലേക്ക് ഇട്ടതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഹെൽപ്പൊക്കെ ചെയ്ത് തന്നു കേട്ടോ. എല്ലാം കട്ട് ചെയ്ത് ഒക്കെ തന്നത് കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ബീഫ് ഒരു 1.5 കിലോയോളം ഉണ്ടായിരുന്നു. എല്ലും നെയ്യും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ വാങ്ങിക്കാറ്. നെയ്യും എല്ലൊക്കെ ഉണ്ടെങ്കിലാണല്ലോ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ അത് വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്ത കുക്കർ ഒന്ന് ചെറുതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഹാഫ് വേവായിട്ടാണ് കേട്ടോ കിട്ടിയത്. പിന്നെ ഞാനത് ചട്ടിയിലേക്ക് ഇട്ടിട്ടാണ് ബാക്കി വേവും കാര്യങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ നമ്മുടെ ബീഫെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് സവാള, ചെറിയുള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിരുമ്മി ഞാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ കിച്ചണിൽ വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന ട്യൂബ് വർക്ക് ചെയ്യണില്ല. പിന്നെ ലൈറ്റ് ആണെങ്കിൽ ഡോറ് വന്ന് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു ഷാഡോ വന്നിട്ട് ഇങ്ങനെ മൂടി നിൽക്കുമായിരുന്നു കേട്ടോ. ലൈറ്റ് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല, വീഡിയോയിൽ ക്ലാരിറ്റി ഒട്ടും ഉണ്ടായിരുന്നില്ല ഗ്യാസിൻ്റെ അവിടെ. അപ്പോൾ ഞാൻ ഉമ്മാടുത്ത് പറഞ്ഞിട്ട് അവിടെ ഒരു ബൾബ് വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല സെറ്റായിട്ടാണ് കിച്ചണിൽ നല്ല വീഡിയോ എടുക്കാൻ പാകത്തിനായിട്ടുണ്ട്. അങ്ങനെ മസാലയൊക്കെ തിരുമ്മി ബീഫ് അടുപ്പത്ത് വെച്ചപ്പോഴാണ് ഒരു വിസിലടിച്ചപ്പോഴാണ് ബീഫിൽ നിന്ന് അത്യാവശ്യം വെള്ളം പുറത്തേക്ക് വന്ന് കുറച്ച് സീനായിട്ടാണ്. അപ്പോൾ പിന്നെ എന്തായാലും ബീഫ് കുക്കറിൽ നിന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. വെച്ചപ്പോൾ അങ്ങനെ ഒരുപാട് നിറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വെച്ച് കഴിഞ്ഞ് വിസിലടിച്ചപ്പോഴാണ് എല്ലാം കൂടി പുറത്തേക്ക് വന്നത്. പിന്നെ ഞാൻ എന്താക്കി, അതെല്ലാം കൂടി ചട്ടിയിലാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വലിയ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൂട്ടാ. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പം നല്ല വിലയാണ്. കിലോ 450-500 രൂപയൊക്കെയാണ് കേട്ടോ. ഓണമൊക്കെ ആകുമ്പോൾ 600 രൂപയൊക്കെയാണെന്നാണ് പറയണേ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ വലിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തു. പിന്നെ ചെറിയുള്ളിയും പച്ചമുളക് കറിവേപ്പില ഒക്കെ ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം 2 സവാള നന്നായിട്ട് വഴറ്റി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് പെപ്പർ പൗഡർ ഒക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ചെറിയൊരു തക്കാളി ചെറിയ പീസായി കട്ട് ചെയ്തത് ഇട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച ബീഫും കൂടി ഇട്ടിട്ട് വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് കൂർക്കയും ബീഫിൻ്റെയും കൂടി പണി നോക്കാമല്ലോ. അപ്പോൾ ഇത് ഞാൻ വെള്ളം വറ്റാനൊക്കെ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് നമ്മുടെ കൂർക്കയുടെ തൊണ്ട് കളയാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ടി വിയിൽ രോമാഞ്ചം സിനിമ ഉണ്ടായിരുന്നു മൂവീസിൽ. അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു പടമാണ് കേട്ടോ. അപ്പോൾ പിള്ളേരുടെ കൂടെ അതും കണ്ടിരുന്ന് കൂർക്കയൊക്കെ ഒന്ന് നന്നാക്കി ക്ലീൻ ചെയ്തെടുത്തു. വേവിച്ചിട്ടാണെങ്കിലും അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് കുറച്ചൊരു പണിയാണ് കേട്ടോ. എന്നാലും ക്ലീൻ ചെയ്ത് ഒന്നും കൂടി ഒന്ന് കഴുകി ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും നമ്മൾ ഈ കറി വെച്ച ബീഫ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ബീഫും കൂടി എടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തൊരു റോസ്റ്റ് പോലെ ആക്കി എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആ സമയത്ത് ഞാനിത് അടച്ച് വെച്ച് പോയപ്പോൾ ആ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ പറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ബീഫ് കറി ബീഫ് റോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ലഞ്ചിന് കറിയൊന്നുമില്ല, എല്ലാം റോസ്റ്റായി പോയി. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബീഫ് നല്ല ബീഫായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു. കൂർക്കയും ബീഫാണെങ്കിലും ബീഫ് റോസ്റ്റ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ കിച്ചണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ പേരുടെ കിച്ചണും കൂടി കാണാം കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉമ്മ അടുപ്പിൽ വെള്ളം വെക്കുന്നതാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ മഴ ആയതുകൊണ്ട് ഭയങ്കര മടിയാണ്. പുറത്ത് നമുക്ക് ടാങ്കിൽ വെള്ളം വന്നിങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ തണുപ്പ് കുറച്ചുകൂടി കൂടും. അപ്പോൾ പിള്ളേർക്ക് ഇപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ കുളിക്കാൻ ഇറങ്ങാൻ പറഞ്ഞാൽ. അപ്പോൾ ചൂടുവെള്ളം വെച്ചതാണ് കേട്ടോ. വലിയ ചരുവത്തിൽ അങ്ങനെ ചൂടാക്കിയിടും. അപ്പോൾ ആവശ്യമുള്ളവർ ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് കുളിക്കാൻ പോകാറാണ് കേട്ടോ ചെയ്യാറ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പകർത്തി കൊടുക്കും, ചൂടുവെള്ളം അങ്ങനെ മിക്സ് ചെയ്തൊക്കെ കൊടുക്കും. നമ്മൾ തന്നെ അങ്ങനെ എടുത്തിട്ട് പോകട്ടോ. അങ്ങനെ കൂർക്ക വേവിച്ചത് സാധാരണ തോരൻ വെക്കണ പോലെ തന്നെ ചതമുളകൊക്കെ ഇട്ട് ചെറിയുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി വേവിച്ച കൂർക്കയാണല്ലോ, ഇനി വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കൂർക്കയും പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നു, അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അങ്ങനെ ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ബീഫും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബീഫിൻ്റെ വെള്ളം കുറച്ച് കൂടുതൽ വറ്റിപ്പോയി, അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത്. അങ്ങനെ അത് രണ്ടിൻ്റെയും പണി ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് മഷ്റൂമിലേക്ക് കിടക്കാം. അപ്പോൾ ചെറിയൊരു ടെൻഷനോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ മഷ്റൂം ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഈ പറഞ്ഞൊരു പേടിയാണല്ലോ എല്ലാവർക്കും. ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് മോശമാവാനും പാടില്ല. എൻ്റെ ഉമ്മ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആൾക്ക് ന്യൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മിക്സഡ് ന്യൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അതിൽ മഷ്റൂം ഇട്ട് കൊടുക്കാനൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ അത് കഴുകി മണ്ണൊക്കെ കളഞ്ഞ് വന്നപ്പോൾ പീസായി പോയി. ഇനി അത് വെച്ചേക്കാനും കൊള്ളില്ല. ഞാൻ കഴുകിക്കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ പേടിച്ച് പോയിട്ടാണ്. വലിയൊരു ചരുവം നിറച്ചുണ്ടായിരുന്നു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഇതിവിടെ ആര് കഴിക്കാനേ, ഇവരാരും കഴിക്കില്ല എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ എനിക്ക്. ആരെങ്കിലും ടേസ്റ്റ് നോക്കും, ഇത്താത്ത പറഞ്ഞാൽ ഞാൻ കഴിക്കില്ല, ഉമ്മ ഇതുവരെ കഴിച്ചിട്ടില്ല, പിള്ളേർക്കൊന്നും എൻ്റെ പിള്ളേർ ആരും കഴിക്കില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലാണ് ഉണ്ടാക്കി തുടങ്ങിയത്. അങ്ങനെ സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് വഴറ്റി അതിലേക്ക് പൊടികളും പെപ്പർ പൗഡർ ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഇടുന്നുണ്ട് കേട്ടോ. എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ട് തക്കാളി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ കഴുകി
കട്ട് ചെയ്ത് കൂട്ടി വെച്ചിരുന്ന മഷ്റൂം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അത് വെന്ത് കഴിയുമ്പോൾ എന്തായാലും ഹാഫായിട്ട് വരും. നമ്മൾ ഇട്ടതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് ഞാൻ ഇതിൻ്റെ പുറകെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നാടൻ തോരനാണല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടൊരു നാടൻ സ്റ്റൈലിൽ അങ്ങനെ ആക്കിയെടുക്കുകയാണ്. നമ്മുടെ മഷ്റൂം ഇട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ അതിന് നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം പറ്റിച്ചെടുക്കുകയും വേണം, അത് വേവേം വേണമല്ലോ. അങ്ങനെ ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെ ആ വെള്ളം വഴറ്റി വേവിച്ച് പറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. ബീഫും നെയ്ച്ചോറും ആയിരുന്നു ഉമ്മച്ചിയുടെ പ്ലാന്. അപ്പോൾ അതൊക്കെ മാറ്റിമറിച്ചത് ഞങ്ങളാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് വെക്കണ്ടെന്ന് വിചാരിച്ചു. ഇതൊക്കെ നാടൻ ചോറിൻ്റെ കൂടെ കഴിക്കാനല്ലേ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ കുക്കറിൽ നമ്മുടെ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് വൈറ്റാണ് ഇഷ്ടം, പിള്ളേർക്കൊക്കെ കുത്തരി, രണ്ടും സെപ്പറേറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിരിച്ചിടുന്നുണ്ട്. പിള്ളേരെ ഓരോരുത്തരായിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. അകത്ത് ബാത്റൂം ഉണ്ടെങ്കിലും ഉമ്മ അകത്ത് കുളിക്കാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. പുറത്ത് കുളിമുറിയാണ്, അവിടെ ഞങ്ങൾ കുളിക്കാറുള്ളൂ. അകത്ത് ആരും യൂസ് ചെയ്യലില്ല. അപ്പോൾ ഓരോരുത്തർ ഇറങ്ങിയാലേ അടുത്ത ആൾക്ക് കയറാൻ പറ്റുള്ളൂ. ആറോനെയും ഹാസിമിനെയും ഞാൻ ഒരുമിച്ച് അങ്ങനെ കുളിപ്പിച്ചെടുക്കലാണ് പതിവ്. ഹാസിമ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ആൾക്ക് ചെറിയൊരു വിശപ്പിട്ട. അപ്പോൾ ആ ഒരു സമയത്ത് ബീഫും കൂർക്കയും ഇതേ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് വെക്കാമെന്ന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തതാണ് കേട്ടോ. കൂർക്ക അവൻ തൊട്ട് നോക്കിയില്ല, അതിൽ നിന്ന് ബീഫിൻ്റെ പീസ് മാത്രം എടുത്ത് കഴിച്ചുട്ടാ. ഞാൻ കൂർക്കയുടെ ആളായതുകൊണ്ട് ഞാൻ കൂർക്കയും കഴിച്ചു. ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫിൻ്റെ വെള്ളമൊക്കെ പറ്റിപ്പോയെന്നും പറഞ്ഞ് ഉമ്മയുടെ 2-3 ചീത്തയൊക്കെ കേട്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്ന് നന്നായിട്ട് വേവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് തേങ്ങ രാവിലത്തെ പുട്ടിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായി, അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി തേങ്ങയും കൂടി ഇട്ടൊന്ന് എടുത്ത് അപ്പോൾ ആ സമയത്ത് തന്നെ ഉമ്മാക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളുടെ ഒരു അഭിപ്രായത്തിൽ വലിയ ടേസ്റ്റുള്ള സാധനമല്ല, എന്നാൽ ടേസ്റ്റ് കുറവുമില്ല, അങ്ങനെ ഒരു അഭിപ്രായമാണ് ഉമ്മാടത്തുനിന്ന് കിട്ടിയത്. പിന്നെ എൻ്റെ ഉമ്മായും ഫസീക്കായൊക്കെ സെയിം ആണ് കേട്ടോ. അതിനുള്ള നെഗറ്റീവ്സ് പറയാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നല്ലതാണെങ്കിൽ അത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷെ ആ സമയത്ത് മൻഹ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ മഷ്റൂം ആണെന്ന് പറഞ്ഞപ്പോൾ ആ മഷ്റൂം ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അത്യാവശ്യം ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, കുഞ്ഞുമ്മ അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര ഹെൽത്തി അല്ലേ. ക്യാൻസറിനൊക്കെ ഒരു 45% റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഡെയിലി മഷ്റൂം നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്താലെന്നാണ് കേട്ടോ പറയണേ. പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണ് മഷ്റൂം. അങ്ങനെ മൻഹാടെ അഭിപ്രായം കേട്ടപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടാണ്. ഞാൻ ഹംദാനും ഹാറൂനൊക്കെ ഫോഴ്സ് ചെയ്ത് കൊടുത്തു. ഹംദാൻ എന്തായാലും അവിടെ നിന്ന് പറിച്ച് കൊണ്ടുവന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാ. താത്താക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കഴിക്കില്ല, പേടിയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും മനസ്സറിഞ്ഞ് നല്ല ഇഷ്ടപ്പെട്ട് കഴിച്ചിട്ടാ. എന്തായാലും അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. അതന്ന് രാത്രി തന്നെ തീർന്നു എന്നുള്ളതാണ് ഭയങ്കര അത്ഭുതം. ഞാനിതെങ്ങനെ തീർക്കും പഠിച്ചോനെ, ആർക്ക് കൊടുക്കും, ഒക്കെ അമ്മായിക്ക് കൊണ്ടുപോയി കൊടുക്കാം, അവർക്കും കൊണ്ടുപോയി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും കൂടി എന്നെ പേടിപ്പിക്കിരുന്നിട്ടാ തുടക്കത്തിൽ. പക്ഷെ എന്തായാലും സംഭവം സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരമായപ്പോൾ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രോസൺ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കളമശ്ശേരിയിൽ നിന്ന്. അപ്പം ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസും നൂഡിൽസൊക്കെ. അപ്പോൾ ഇവിടുത്തെ ഫ്രീസർ ഫുള്ളാണ് കേട്ടോ. ഒലുഹ്യത്തിൻ്റെ അറുത്ത ബീഫ് നമ്മുടെ ഫ്രീസറിൽ ഫുള്ള് ഇരിക്കുകയാണ്. നമ്മുടെ ഇത്താത്തയുടെ ഹസ്ബൻഡ് വന്നിട്ടില്ലല്ലോ, ആൾക്ക് വേണ്ടിയിട്ട് ബീഫ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇത് ഞാൻ താഴെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് വെക്കാൻ പറ്റില്ല, അപ്പോൾ ഞാനത് ഫുള്ള് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിള്ളേരൊക്കെ ഒന്ന് മീൻ പിടിക്കാനും കളിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയേക്കാണ്. ഇപ്പോൾ രാവിലത്തെ ഷോ കഴിഞ്ഞ് നൂൺ ഷോയും കഴിഞ്ഞ് TV ഒക്കെ ഓഫ് ചെയ്തതാണ് കേട്ടോ. ഒരു 5 മണി കഴിഞ്ഞാൽ ഞാൻ ഓഫ് ചെയ്യും. ഒരു പണിയില്ലെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ ഞാൻ നിർബന്ധിച്ച് വിടും കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവർ മീൻ പിടിക്കാൻ പോകാനും ഇതിനും വേണ്ടിയിട്ടൊക്കെ വിളിച്ചിട്ട് പോവും. ഇവിടെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ മഴ പെയ്തിട്ട് കളിക്കാൻ പറ്റാതെ ആകെ ചെളിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരികയാണ് എന്നും പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ പുതിയാപ്പിള വന്നിട്ടുണ്ട്. ഇക്ക നാട്ടിൽ വന്നിട്ട് വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. പണ്ടൊക്കെ ഞാൻ ഇക്ക വന്നു കഴിഞ്ഞാൽ ഉമ്മാനെ വിളിക്കാനും വരാനൊക്കെ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാനത് പറയലില്ല, ആളുടെ ഇഷ്ടം അനുസരിച്ച് വന്ന് പോട്ടെ, ആരെയും നിർബന്ധിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാറുമില്ല. ആളുടെ സൗകര്യം പോലെ ചെയ്യും, അങ്ങനെയാണ്.
ഇക്കാക്ക് അങ്ങനെ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാനും അങ്ങനെ എപ്പോഴും കോൾ ചെയ്യാനും എപ്പോഴും കണക്ഷൻ കൊണ്ടെടുക്കാനും അതൊന്നും അറിയില്ല. പക്ഷെ ഉള്ളിൽ സ്നേഹമുണ്ടോ എന്ന് വെച്ചാൽ സ്നേഹമുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉമ്മാനെ വിളിക്കണം അങ്ങനെ ഇങ്ങനെയൊന്നും ഞാനും പറയാറുമില്ല. അപ്പോൾ ഉമ്മാക്കൊരു മെഡിസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് എയർപോർട്ട് റോഡിൽ പോയിട്ട് മെഡിസിനൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് മസാല ദോശയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. ഇത്താത്ത വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്താത്ത വന്നപ്പോൾ പൊറോട്ടയും ബീഫിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഡിന്നർ കഴിച്ചേട്ടാ. ഇക്കാക്ക് ചപ്പാത്തിയും മഷ്റൂമും ഞാൻ നിർബന്ധിച്ച് അങ്ങനെ കൊടുക്കുകയും ചെയ്തത്. ആൾ പഴംപൊരിയും ബീഫും കഴിച്ചു കേട്ടാ വന്നപ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഡിന്നർ വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ ഫോഴ്സ് ചെയ്തൊരു ചപ്പാത്തി കഴിപ്പിച്ചു. മഷ്റൂമും അൽഹംദുലില്ലാ ഇക്കാക്കും കൊടുക്കാൻ പറ്റി. ഒക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേട്ടോ അത് പറിച്ചുണ്ടാക്കിയത്. അപ്പോൾ അൽഹംദുലില്ലാ ആളും കഴിച്ചപ്പോൾ ഒരുപാട് സന്തോഷം. ആൾ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പതിവ് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.